ഹലോ എവരി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് അടിപൊളി ഒരു കപ്പ വേവിച്ചതും ബീഫ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ വേവിച്ചതും ബീഫ് കറി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഞാനിവിടെ 2 കിലോ കപ്പയാണ് ഇന്ന് വെക്കാൻ പോണത്. അപ്പോൾ ഞാനത് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതൊന്ന് കൊത്തിയെടുക്കാം. അപ്പോൾ കപ്പ നല്ലപോലെ ഒരു മീഡിയം സൈസിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലിട്ട് വേവിച്ച് എടുക്കാം കേട്ടോ. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിക്കണം, ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതിയാവും. അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും കപ്പ. നല്ല പൊടിയുള്ള കപ്പയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി. അപ്പോൾ 2 വിസിൽ മതിയാവും കേട്ടോ കപ്പ വേവാൻ. അപ്പം നമുക്കിനി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൂട്ട് റെഡിയാക്കണം. അപ്പോൾ അതിന് ഞാനൊരു മുറി തേങ്ങ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കാന്താരിമുളകാണ് ഇന്ന് ചേർക്കുന്നത്. വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ചതച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു ചട്ടിയിലേക്ക് ആക്കണം കേട്ടോ. ചട്ടിയിലിട്ട് ഇളക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി തേങ്ങ ഒതുക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞല്ലോ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കപ്പയും കൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് നല്ല പോലെ ആവി കയറ്റിയിട്ട് ഈ കപ്പ ഒതുക്കിയത് വെന്ത് കിട്ടുന്നിടം വരെ ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും തേങ്ങാക്കൂട്ട് എത്തുന്നത് പോലെ നല്ലപോലെ തവിയും കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പണ്ടൊക്കെ ഈ മടൽ വെച്ചിട്ടാണ് ചക്ക വേവിച്ചതൊക്കെ ഇളക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1-2 തക്കാളി ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വിസിൽ വരുന്ന പോലെ വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ മതിയാവും. നല്ല സോഫ്റ്റ് ബീഫാണ്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ നല്ലപോലെ മൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഇട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് കാന്താരി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു 3-4 കാന്താരി ഉണ്ട്, അത് നടുവേ കീറിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പക്ഷെ ഞാനൊരു കാര്യം മറന്നുപോയി. കുറച്ച് പെരുംജീരകം ആദ്യം എണ്ണയിൽ ഇടാനായിരുന്നു, ഫ്രൈ ആക്കണമായിരുന്നു. ഞാനത് മറന്നുപോയി. അപ്പോൾ ഞാനതിപ്പോൾ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കഷ്ണങ്ങളിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഒരിത്തിരി 1/2 സ്പൂണോ 1/4 സ്പൂണുമായിട്ട് മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എരിവ് വേണ്ടവർക്ക് നല്ലപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് വേണ്ടാത്തവർക്ക് 1 ടീസ്പൂണോളം മതിയാവും. അപ്പോൾ ഞാൻ ഉടനെ മീറ്റ് മസാലയും ഗരം മസാലയും ഒക്കെ ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചില്ലി പൗഡർ ഇത്തിരി ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഇനി നല്ല പോലെ ഇതിങ്ങനെ ഒന്ന് ചൂടായി കിട്ടുമ്പം നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. കഷ്ണത്തിൽ നമ്മൾ 2 ആണ് ചേർത്തിരിക്കുന്നത്. ഇതിലൊരു 2 കൂടി, ചെറിയ 2 തക്കാളിയും കൂടി അരിഞ്ഞ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് വേവിച്ചിരിക്കുന്ന സ്റ്റോക്ക് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചാറിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചാറ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഗ്രേവി തന്നെ എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതെല്ലാം ഒന്നും കൂടി ഡ്രൈ ആക്കണമെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1.5 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബീഫും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഈ ബീഫിലേക്ക് എല്ലായിടത്തേക്കും മസാല എത്തുന്നത് പോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ബീഫും ചാറും കൂടി ഒന്ന് കമ്പൈൻഡായിട്ട് വരുന്ന പോലെ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു 1/4 കിലോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉള്ളി ഞാൻ ലാസ്റ്റാണ് ഇടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളി സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നോക്കി നോക്കൂ, നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൈയളവായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഇത്ര ഉപ്പ് ഇത്ര മുളക് പൊടി, ഇത്ര മല്ലിപ്പൊടി എന്നൊക്കെ ഒരു കണക്കുണ്ടാവും. അപ്പോൾ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് മാറിപ്പോയത് കേട്ടോ, സോറി. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചതും ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെയാണ് ഞാൻ കഴിക്കാറ്. അപ്പം ഞാനിത് കഴിച്ചിട്ട് വരാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.